ഡിയർ സ്റ്റുഡൻസ്, ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓഡിറ്റ് പ്രോസസ്സാണ്. അടുത്ത ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആണ്. അത് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോവാതിരിക്കാനായിട്ട് ആ ഒരു ചെറിയൊരു ടോപ്പിക്ക് എന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രവൃത്തി നടക്കുന്നത്, ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഓഡിറ്റ് അസൈൻമെന്റ്, ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റ് എക്സിക്യൂഷൻ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. പോയിന്റ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിൽ പറയാം. അതായത് ഓഡിറ്റ് പ്രോസസ് എന്ന് വെച്ചാൽ ദ ഓഡിറ്റ് വർക്ക് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ ഓഡിറ്റർ ഹിംസെൽഫ് ഓർ ബൈ ഹിസ് അസിസ്റ്റന്റ്. ഒരു സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. ഒരുപാട് കാര്യങ്ങള്, സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഓഡിറ്റർ സ്വയമോ അല്ലെങ്കിൽ വലിയ ഫേമിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് അസിസ്റ്റൻസോ ഒക്കെ ചെയ്യാറുണ്ട്. These activities should be well planned and executed to see that the audit is completed efficiently and the report is submitted within the specified time. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണത്? അങ്ങനെ ചെയ്താൽ മാത്രമേ ലഭിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആക്ടിവിറ്റി എഫിഷ്യൻ്റ് ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം, അത് സ്പെസിഫൈഡ് ടൈമിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിന്റെ സ്റ്റെപ്പ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓഡിറ്റ് അസൈൻമെന്റ്. ഓഡിറ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓഡിറ്റ് പ്രോസസ്. ഈസ് ഇഷ്യൂയിങ് ആൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓർ ഓഡിറ്റ് പ്രപ്പോസൽ ടു ദ ഓഡിറ്റർ. ഓഡിറ്റിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും. അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓഡിറ്ററായി താങ്കളെ അപ്പോയിന്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രപ്പോസൽ ഓഡിറ്റർക്ക് കിട്ടുന്ന സ്റ്റേജ്. ഈ സ്റ്റേജിലെ ഈ ഓഡിറ്റിങ്ങിന്റെ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് ഈ ഓഡിറ്റിങ്ങിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ ലെറ്ററിൽ ഉണ്ടായിരിക്കും. ഇൻക്ലൂഡിങ് ഓഡിറ്റർ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക്, ടൈം പീരീഡ്, അതുപോലെ തന്നെ ടേംസ് ഓഫ് റെഫറൻസസ് എല്ലാം അതിലുണ്ടാവും. അപ്പോൾ ഓഡിറ്റർ ഓൺ ഗെറ്റിംഗ് ദ ഓഡിറ്റ് പ്രപ്പോസൽ, ദ ഓഡിറ്റർ ഹാസ് ടു അസസ് ദ ടേംസ് ഓഫ് റെഫറൻസ്, സ്കോപ്പ് ഓഫ് വർക്ക്, ടൈം പീരീഡ്, റെമ്യൂണറേഷൻ എക്സെട്ര. ഇഫ് ദ ഓഡിറ്റർ ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് എൻഗേജ്മെന്റ്, ഹി ഇഷ്യൂ എ എൻഗേജ്മെന്റ് ലെറ്റർ ആക്സെപ്റ്റിംഗ് ദ ഓഫർ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്റർ ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ ആ കണ്ടീഷൻസ് ഓഡിറ്റർക്ക് താല്പര്യമാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? ഒരു ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് ലെറ്റർ, ഞാൻ ഈ പ്രപ്പോസൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എൻഗേജ്മെന്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എൻഗേജ്മെന്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഓഡിറ്ററുടെ സമ്മതമാണ് എന്നാണ് അർത്ഥം. ഇനി എന്തിന്റെ ബേസിൽ ഓഡിറ്റർക്ക് ലെറ്റർ കിട്ടാന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഓഡിറ്റ് നടത്തിയ ആള് നമുക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇപ്രാവശ്യം ആ ഓഡിറ്ററെ തന്നെ നിയമിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഇതുപോലുള്ള ഫേംസ് ഒക്കെ ഓഡിറ്റ് ചെയ്ത ആൾക്കാരായിട്ട് പരസ്പരം കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് ഇങ്ങോട്ട് ഫേമുകളായിട്ട്, അവരുടെ വഴി അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കാം. രണ്ടാമത്തെ കാര്യം ഓഡിറ്റ് പ്ലാനിങ് ആണ്. അപ്പൊ ഇയാള് ഓഡിറ്റിംഗ് നടത്താമെന്ന് സമ്മതിച്ചു, പിന്നെ ആ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് വർക്കുകൾ പ്ലാൻ ചെയ്യാണ്. Auditor should prepare a detailed plan of work before commencement of audit. He should gather information regarding the nature of business, organizational function, accounting system, internal control system, etc. based on the information
The auditor should prepare a schedule of work, prepare audit program and chart out the procedure to be followed in audit work. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. നല്ലൊരു ഇന്റേണൽ കൺട്രോളിംഗ് സിസ്റ്റം സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ വലിയ അലക്കൊലുത്തുകൾ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഓഡിറ്റർ എന്ത് ചെയ്യും, ഒരു ഷെഡ്യൂൾ ഓഫ് വർക്ക് ഉണ്ടാക്കും, ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇനി അടുത്തത് ഓഡിറ്റിങ്ങിന്റെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എക്സിക്യൂഷൻ ആണ്, അതായത് ഓഡിറ്റിംഗ് വർക്ക് നടക്കുന്ന സ്റ്റേജിനെയാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ ഓഡിറ്റ് പ്രോസസ് വെർ ദ ഓഡിറ്റർ ആക്ച്വലി പെർഫോം ദ ഓഡിറ്റ് വർക്ക് ഓൾറെഡി പ്ലാൻഡ്. പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഓഡിറ്റർ വർക്ക് ചെയ്യുന്നതാണ് ഇത്. The auditor used various techniques in the examination to account to satisfy himself that there is drawn up properly and should show a true and fair view. Okay, this include complaints test, substantive test, vouching, checking of errors and frauds, cross checking, seek clarification, explanation from the management, ടേക്കിംഗ് തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് എക്സെട്ര. ഇപ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഓഡിറ്റർക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ചോദിക്കാനും ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മാനേജ്മെന്റും ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇനി അത് മാത്രല്ല, ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സ്ഥാപനവുമായി ബന്ധമുണ്ടാവുകയും ആ റിലേഷനിൽ എന്തെങ്കിലും സസ്പെക്ട് ഫ്രോഡ് ഉണ്ടാവുകയാണെങ്കിൽ അതും വരെ ചോദിക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. The auditor should make a record of all these procedures as and when these are done. എപ്പോൾ കഴിയുന്നോ അതിൻ്റെ എല്ലാ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. This will enable him to arrive at conclusion and with right final report. അപ്പോൾ എല്ലാതും കുറിച്ച് വെക്കും. ഫൈനൽ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഭംഗിയായിട്ട് കുറിച്ച് വെക്കും. The auditor need to exercise necessary skill and care at this stage. Any negligence in his report will affect materially the quality of the work and ultimately the audit report. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അത് എന്തിനെ ബാധിക്കും, റിപ്പോർട്ടിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം ഭംഗിയായി ഇൻഡിപെൻഡന്റ് ആയിട്ട് യാതൊരു സ്വാധീനവും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണ്. And last stage is audit report. അപ്പോൾ in the final stage the auditor should prepare a report. It is based on his എന്തിന്റെ ബേസിലാ, his observations and conclusions arrived at during the audit work. It contains the opinion of the audit whether the financial statement show a true and fair view of the financial state of affairs or not. But last report prepare ചെയ്യുന്നു. അപ്പോൾ ഓഡിറ്റ് അസൈൻ ചെയ്ത് കിട്ടി. അതിനെന്താ പറയുന്നത്, ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ്. അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ സ്വീകരിക്കുന്ന എന്തിനാ പറയുന്നത്, എൻഗേജ്മെന്റ് ലെറ്റർ. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കും. ഇമ്പോർട്ടന്റ് ആണ് 4 സ്റ്റെപ്പ് തെറ്റിക്കരുത്. ഓക്കെ, താങ്ക് യു.